നമ്മൾ വായിച്ചു നിർത്തിയത് 50-ാമത്തെ ശ്ലോകത്തിലാണ്. ശ്യാമായമാനായാന്തി യാവൻ മരണവാസരാഹ സാരസംഹ്രിയതാം താവത് വൈരസ്യം വസ്തുദൃഷ്ടിഷു. കണ്ണിരുളുന്നതിന് മുമ്പേ, മരണവേളയിലാണ് കണ്ണിൽ ഇരുട്ട് കയറുന്നത്. അമിതമായി വിശന്നാലും കണ്ണിൽ ഇരുട്ട് കയറും. പക്ഷേ ആ കണ്ണിൽ മരണവേളയിൽ ഇരുട്ട് കയറുന്നതിന് മുമ്പ്, അതായത് മരണം നമ്മെ സമീപിക്കുന്നതിന് മുമ്പ്, മരണ ദിവസങ്ങൾ അല്ലെങ്കിൽ മരണം അടുത്ത ദിനങ്ങൾ നമ്മെ സമീപിക്കുന്നതിന് മുമ്പ് സാരമായതിനെ ഗ്രഹിക്കണം. സാരമായതെന്ന് പറഞ്ഞാൽ കഴമ്പുള്ളത്. നാമരൂപങ്ങൾ മായാഭ്രമങ്ങളാണ്, അതിൽ കഴമ്പില്ല. നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊന്നുണ്ട്, അത് നാമരൂപരഹിതമായ ഒന്നാണ്. അതിനെയാണ് അസ്തിത്വം, സാന്നിധ്യം, ബ്രഹ്മം, സത്ത്, ചിത്ത്, ആനന്ദം, ഭഗവാൻ, ദൈവം, ഈശ്വരൻ, ചക്ക, മാങ്ങ, പൊടവലങ്ങ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എല്ലാ പേരിലെന്തിരിക്കുന്നു? പേരുകൾ വെറുതെ വ്യവഹാരത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യർ കൽപ്പിക്കുന്നതാണ് പേരുകൾ. വസ്തു നാമത്തിനും രൂപത്തിനും അപ്പുറത്തുള്ളതാണ്. രൂപത്തെ ഗ്രഹിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആ മരണ ദിവസം അടുക്കുന്നതിന് മുമ്പ്, നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നതിന് മുമ്പ് സാരത്തെ ഗ്രഹിക്കണം. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടെങ്കിലും ഈ ആത്മതത്വം എന്താണ് എന്നുള്ളതിനെ ഉൾക്കൊള്ളണം. അതിന് നമ്മെ സഹായിക്കുന്നത് വിരക്തി മാത്രമാണ്. താവത് വൈരസ്യം വസ്തുദൃഷ്ടിഷു. വസ്തുദൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ദൃശ്യങ്ങൾ, പ്രപഞ്ച പദാർത്ഥങ്ങൾ. അവയിൽ വൈരസ്യം അല്ലെങ്കിൽ വിരസത അല്ലെങ്കിൽ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. ആ വിരക്തി നേടുക, അതാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. കുറഞ്ഞ പക്ഷം മരണത്തിന് മുമ്പെങ്കിലും വിരക്തനായി മാറണം. ജ്ഞാനം കിട്ടുന്നതും കിട്ടാത്തതും അതൊക്കെ പിന്നെ ആയിക്കോട്ടെ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവണം. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം വായിക്കാം. ഇഹൈവ നരകവ്യാധേശ്ചികിത്സാം ന കരോതി യഃ ഗത്വാ നിരൗഷധം സ്ഥാനം സരുജഃ കിം കരിഷ്യതി. നരകവ്യാധി നമ്മെ പിടികൂടുന്നതിന് മുമ്പ് ചികിത്സ ആരംഭിക്കണം എന്നാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുക, അത് ഒരു മാർഗം. പക്ഷെ രോഗം വരാതെ തടയുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നത്. നരകത്തിൽ ചെന്ന് പതിക്കാതിരിക്കാൻ, നരകവ്യാധി, ആ നരകവ്യാധിക്കുള്ള ചികിത്സ ഇവിടെ വെച്ച് തന്നെ ചെയ്യണം. നരകങ്ങളിൽ ചെന്ന് പതിക്കാൻ ഇടവരാതെ അതിനുള്ള പ്രതിവിധി നേരത്തെ തന്നെ ചെയ്യണം. എന്താണ് നരകവ്യാധി? മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളായി ജനിക്കുക, ഇത് തന്നെയാണ് നരകവ്യാധി. അല്ലാതെ അവിടെ മുകളിൽ സ്വർഗവും നരകവും ഒന്നും ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പൂച്ചാപട്ടി അതൊക്കെ തന്നെ ഈ ലോകത്ത് കാണുന്ന ഇഴജന്തുക്കൾ, പക്ഷിമൃഗാദികൾ, കൃമികീടങ്ങൾ, ജലജീവികൾ, തവള, മീൻ. അതാണ് ദുർഗാനന്ദ സ്വാമി പറയുന്നത്, ഏതെങ്കിലും കുളക്കടവിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാവുന്നു. ദുർഗാനന്ദ സ്വാമി അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമുക്ക് കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടെ അവിടെ വരുമെന്നല്ല. അദ്ദേഹം ചിലപ്പോൾ ഇതിനേക്കാളും ഉയർന്ന ഒരു തലത്തിലായിരിക്കും ചിലപ്പോൾ അവിടെ എത്തുക. നമ്മൾ തവളകളായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെ, നമ്മൾ തവളയായിട്ട് അവിടെ എവിടെയെങ്കിലും കാണും, അത്രേ ഉള്ളൂ. അപ്പോ ഇതിനെ തന്നെയാണ് അന്ധതമസ് എന്ന ഉപനിഷത്ത് പറയുന്നത്. അന്ധം തമഃ പ്രവിശന്തി യേ അവിദ്യാമുപാസത്തെ. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അന്ധതമസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെയൊക്കെ വാസ്തവമെന്ന് കരുതി ഇതിൽ മോഹിച്ച് മതിമറന്ന് ഇന്ദ്രിയ സുഖങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കരുതി അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നർത്ഥം. ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ജ്ഞാനം നേടിയതിന് ശേഷമാണ്.
ജ്ഞാനാനന്തരമുള്ള ജീവിതമാണ് ശരിക്കും അടിച്ചു പൊളിക്കുന്ന ജീവിതം. അതിനു മുമ്പുള്ളതൊക്കെ ഈ ഈയാമ്പാറ്റകൾ പറക്കും. മഴ എത്തുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ആയിരക്കണക്കിന് ഈയലുകൾ പറന്നു പൊങ്ങും. ഇപ്പം സാധാരണ ഈ ചെറിയ കൃമികൾ, ചെറിയ ജീവികൾ, ഉറുമ്പ് മുതലായ അതുപോലെയുള്ള ജീവികൾ, അവയ്ക്ക് ചിറക് മുളയ്ക്കുമ്പോഴാണ് ഈയലുകളായി പറന്നു വരുന്നത്. അപ്പോൾ ഈയലുകൾ വിചാരിക്കുകയാണ്, ഞാൻ എത്ര ഭാഗ്യവാൻ, എനിക്ക് പറക്കാൻ പറ്റും. എടാ, നീ പറന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിലം പരിശാകും, നീ മരിച്ചു പോകും, നിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകും, നിന്റെ ചിറകുകൾ അടർന്നു വീഴും. അത് നീ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ഈ മനുഷ്യൻ കിടന്ന് പൊളയുന്ന പൊളച്ചിലുണ്ടല്ലോ, ഈ പൊളച്ചിലൊന്നും അധികകാലം ഉണ്ടാവില്ല. അവൻ്റെ അന്ത്യമടുത്തു. അപ്പോഴാണ് ഒരാൾക്ക് ജീവിതത്തിൽ പൊളയാൻ അതെ അങ്ങനെ തോന്നുന്നത്, അടിച്ചു പൊളിക്കണമെന്നൊക്കെ തോന്നുന്നത് കടുത്ത അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന വിചാരങ്ങളാണ്. അതുകൊണ്ട് നരകവ്യാധിക്കുള്ള ചികിത്സ ഇവിടെ തന്നെ ആര് ചെയ്യുന്നില്ലയോ അയാൾ നരകങ്ങളിൽ ചെന്നെത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ നീചയോനികളിൽ ജനിച്ചിട്ട് അവിടെ പരിഹാരം അന്വേഷിച്ചാൽ അവിടെ പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ഏതുപോലെ ഗത്വാ നിരൗഷധം സ്ഥാനം സരുജഃ കിം കരിഷ്യതി. ഔഷധം ലഭിക്കാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഒരു രോഗി അകപ്പെട്ടാൽ അയാളുടെ രോഗത്തിനുള്ള ഔഷധം ആ പരിസരത്തൊന്നുമില്ല. അവിടെ ചെന്നിട്ട് മരുന്ന് അന്വേഷിച്ച് നടക്കുന്നവനെ പോലെയാണ് ഈ നരകങ്ങളിൽ ചെന്നിട്ട് പ്രതിവിധി അന്വേഷിക്കുക എന്ന് പറയുന്നത്. നരകങ്ങളിൽ എത്താതെ നോക്കണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ കയ്യിൽ മരുന്ന് കരുതണം. അങ്ങ് മോളിലെ ചാർധാം യാത്രയ്ക്ക് പോകുന്നവർ കേദാർനാഥിൽ ചെന്നിട്ട് അവിടെ ബനാട്ടിൽ കഫ്സറപ്പുണ്ടോ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത് പോലെയാണ്. അവിടെ ആരെങ്കിലും കട തുറന്നു വെച്ചിട്ടുണ്ടോ? അവിടെ നീതി മെഡിക്കൽസോ ആശ്വാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മെഡിക്കൽ സ്റ്റോറുകളൊന്നും അവിടെ ഇല്ല. അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വയറിളകാം, ജലദോഷം, പനി. അപ്പം ഇതിനുള്ള മരുന്നുകൾ നേരത്തെ കരുതി തയ്യാറാക്കി വെച്ചുകൊണ്ട് വേണം, നമ്മുടെ പക്കലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം യാത്ര തുടരാൻ, അല്ല യാത്ര ആരംഭിക്കാൻ. അങ്ങനെ പോകുന്നവരുണ്ട്. മെഡിസിൻ കിറ്റുമായിട്ട്, അതായത് അതിൽ ആയുർവേദം ഉണ്ടാവും, ഹോമിയോപ്പതി ഉണ്ടാവും, അലോപ്പതി മരുന്നുണ്ടാവും, സകലതും യൂനാനി വരെ ഉണ്ടാവാം, സിദ്ധ, ഓരോന്നിനും ഓരോ ഇതാണല്ലോ. അങ്ങനെ ആ യാത്രാ ബാഗുണ്ടല്ലോ, ആ പെട്ടിയോ അല്ലെങ്കിൽ സൂട്ട് കേസോ, അതിൻ്റെ ഉള്ളിൽ ഈ മെഡിസിൻ കിറ്റുമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതൊരു മുൻകരുതലാണ്, ഒരു തയ്യാറെടുപ്പാണ്. അസുഖം വരണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വന്നാൽ ആ സമയത്ത് അവിടെ കിടന്ന് മരുന്നിന് വേണ്ടി ഓടാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെയാണ് ഔഷധം കിട്ടാത്ത ഒരു സ്ഥലത്ത് ചെന്നെത്തിയ ഒരു രോഗിയെ പോലെ അയാൾ അവിടെ ചെന്ന് എന്ത് പ്രതിവിധി നേടാനാണ്? അതുകൊണ്ട് നേരത്തെ തന്നെ ബുദ്ധിമാൻ നേരത്തെ തന്നെ ആപത്തുകളെ മുൻകൂട്ടി കണ്ടിട്ട് എന്തു വേണം? പരിഹാരം നേരത്തെ കണ്ടുപിടിക്കണം, പ്രതിവിധി നേരത്തെ ചെയ്യണം. കോവിഡ് വന്നിട്ട് ചികിത്സിക്കാം എന്നല്ലല്ലോ നമ്മളാരും വിചാരിച്ചത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ആളുകൾ വാക്സിൻ എടുത്തു. എന്തിനാണ്? വരുമെന്ന് ഉറപ്പില്ലല്ലോ, വരില്ല എന്നും ഉറപ്പില്ലല്ലോ. വരുമെന്ന് ഉറപ്പില്ലാത്തതുപോലെ രോഗം വരില്ല എന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ്, വാക്സിൻ എടുക്കുക തന്നെ വേണം. അതാണ് ബുദ്ധിമാൻ ചെയ്യേണ്ടത്. സരുജഃ നരകരുചാഭിഹി പീഡ്യമാനഃ. നരകവേദന അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് മനുഷ്യർ നേരത്തെ തന്നെ അതിനുള്ള പ്രതിവിധി ചെയ്യണം. സർവഭാവേഷു വൈരസ്യം നയാവത് സമുപാഗതം ഭാവാനാം ഭാവനാതാവത്താനവം നോപഗച്ഛതി. സർവഭാവേഷു വൈരസ്യം നയാവത് സമുപാഗതം. ഈ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം
ഏതിലൊക്കെ വരണം, ഏതൊക്കെ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവണം, സകല വിഷയങ്ങളിലും വിരക്തനായിത്തീരണം. ഇന്ന വിഷയത്തിൽ വൈരാഗ്യം വേണ്ട എന്നല്ല, സകല പ്രാപഞ്ചിക വിഷയങ്ങളിലും വിരക്തി ഉണ്ടാവണം. സർവഭാവേഷു വൈരസ്യം നയാവത് സമുപാഗതം. സകല പ്രപഞ്ച ദൃശ്യങ്ങളിലും സകല പ്രപഞ്ചാനുഭവങ്ങളിലും എത്ര കാലം നമുക്ക് വിരക്തി ഉണ്ടാകാതെ ഇരിക്കുന്നുവോ, ഭാവാനാം ഭാവനാതാവത് താനവം നോപഗച്ഛതി. വാസനകൾ ഉപശമിക്കുകയില്ല. വാസനകൾക്ക് വളമിടുന്നത് പ്രപഞ്ചാനുഭവങ്ങളാണ്. ബാഹ്യവിഷയങ്ങളെ ഒരാൾ എത്ര കണ്ട് കൂടുതൽ അവയെ അനുഭവിക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ഉള്ളിൽ വാസനകൾ സഞ്ചയിക്കും. നമുക്ക് വേണ്ടത് വാസനകളെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വാസനാതാനവം, വാസനകൾ നേർത്ത് ഇല്ലാതാവണം. അങ്ങനെ പൂർണ്ണമായ വാസനാക്ഷയത്തിലാണ് ആത്മജ്ഞാനം പ്രകാശിക്കുക. അതുകൊണ്ട് ഒന്നിനെയും സത്യമെന്ന് കരുതരുത്. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ഈ 6 ഉപകരണങ്ങളിലൂടെ നിങ്ങൾ കാണുന്ന ഒന്നും സത്യമാണ് എന്ന് സ്വപ്നത്തിൽ പോലും കരുതരുത്. പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് വാസ്തവികത കൽപ്പിക്കുന്നതാണ് വാസന സഞ്ചയിക്കാൻ കാരണം. ഈ ലോകത്ത് നമ്മൾ വന്നു പെട്ടു, പലതും അനുഭവിച്ചേ പറ്റൂ, പലതും ചെയ്തേ പറ്റൂ, പലതും കണ്ടേ പറ്റൂ, പലതും കേട്ടേ പറ്റൂ. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ഇതൊന്നും സത്യമാണ് എന്നുള്ള ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഇതിനൊക്കെ സത്യത്വം കൽപ്പിക്കുന്നതാണ് വാസനകൾ ക്ഷയിക്കാതിരിക്കാൻ കാരണം. അതുകൊണ്ട് വാസനകൾ പൂർണ്ണമായി ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിരക്തിയുടെ ആവശ്യമില്ല. പൂർണ്ണ വിരക്തനായി നിങ്ങൾ ജ്ഞാനം നേടിക്കഴിഞ്ഞു. ഇനി കുറേ ലൗകിക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങൾ നേടിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ കരുതലോടുകൂടി തന്നെയാണ് ഇവിടെ കഴിയേണ്ടത്. വൈരാഗ്യമേവ പരമഃ സാര ഇതി കുത ഇതി ചേത് തദ്വിനാ വാസനാദാനവ അസിദ്ധേരിത്യാഹ സർവേതി. ഈ വൈരാഗ്യമാണ് ഏറ്റവും ആദ്യം സമ്പാദിക്കേണ്ട ഗുണം. ഒരു മുമുക്ഷു, ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സാരമായ വൈരാഗ്യത്തെയാണ് ആദ്യം കൈക്കലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അധ്യാത്മശാസ്ത്രം ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വിരക്തി വരാതെ വാസനകൾ ക്ഷയിക്കുകയില്ല. വിരക്തി ഉള്ളിൽ വരുന്ന ഒരു വ്യക്തിക്കാണ് വാസനാക്ഷയം സംഭവിക്കുന്നത്. വാസനാക്ഷയം സംഭവിക്കാൻ വിരക്തി അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് ആദ്യം വിരക്തനാകണം. പ്രപഞ്ച വിഷയങ്ങളിൽ വിരക്തി വരണം എന്ന് പറഞ്ഞാൽ മതി, കുറേയൊക്കെ അനുഭവിച്ചു, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു അലംഭാവം, ഒരു തൃപ്തി, അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരം, ഇവയിൽ നിന്ന് കിട്ടുന്ന സുഖം വളരെ വളരെ തുച്ഛമാണ്, ക്ഷണികമാണ് എന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾക്ക് ബാഹ്യവിഷയങ്ങളിൽ വിരക്തി ജനിക്കുന്നത്. ആത്മാനമലമുദ്ധർത്തും വാസനാതാനവാദൃതേ നാസ്ത്യുപായോ മഹാബുദ്ധേ കശ്ചനാപി കദാചന. അല്ലയോ മഹാബുദ്ധിയായ രാമ, ആത്മാനം അലമുദ്ധർത്തും വാസനാതാനവാദൃതേ, വാസനകൾ ക്ഷയിക്കുക ആ ഗുണത്തെപ്പോലെ അവനവൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിനെ, ബുദ്ധിയെ ഉദ്ധരിക്കാൻ ഉതകുന്ന മറ്റൊന്നും തന്നെയില്ല. വിരക്തി മാത്രം മതി. വിവേകം അതും ആവശ്യമാണ്. വിവേകത്തെയാണ് ആദ്യമായി പറയുന്നത്. വിവേക വൈരാഗ്യങ്ങൾ സാധന ചതുഷ്ടയ സമ്പത്തിൽ ആദ്യം പറയപ്പെടുന്നത് വിവേകമാണ്. കാരണം വിവേകം ഉണ്ടെങ്കിലേ ഈ വിരക്തി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി വിവേകം അത്ര കണ്ടൊന്നുമില്ല, കുറച്ച് വിവേകമുണ്ട്.
ആ ഉള്ള വിവേകം കൊണ്ട് വിരക്തി സമ്പാദിക്കാൻ കഴിഞ്ഞാൽ ആ വിരക്തി തന്നെ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കാൻ, അതായത് ജീവനെ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർത്താൻ വാസനാദാനവം പോലെ സഹായിക്കുന്ന മറ്റൊന്നുമില്ല. നാസ്ത്യുപായോ മഹാബുദ്ധേ, അല്ലയോ അതിബുദ്ധിമാനായ രാമ, വാസനാദാനവം അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. കശ്ചനാപി കഥാചന, ഏതൊരു വ്യക്തിക്കും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കും തന്നെ ഉദ്ധരിക്കാൻ വാസനാക്ഷയം പോലെ സഹായിക്കുന്ന മറ്റൊന്നും തന്നെ ഇല്ല. വാസനാദാനവേ വാ കിമർത്ഥമാദരസ്തത്രാഹ. വാസനകൾ എന്തിനാണ് ക്ഷയിക്കേണ്ടത്? വിരക്തി എന്തിനു വേണം? വാസനകൾ ക്ഷയിക്കാൻ. എന്തിനാണ് വാസനകൾ ക്ഷയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, വാസനാക്ഷയം സംഭവിക്കാതെ തന്നെ ഉദ്ധരിക്കാൻ സാധ്യമല്ല, ആത്മതലത്തിലേക്ക് തന്നെ ഉയർത്താൻ സാധ്യമല്ല, തൻ്റെ സ്വരൂപമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വൈരാഗ്യം എത്ര പണിപ്പെട്ടും നേടുക തന്നെ വേണം. ഭാവാസ്തു യദി വിദ്യന്തേ തദ്ധിതേ വസ്തുഭാവന കിം ത്വേതേനൈവ സന്ദേഹ ശശശൃംഗാദയോ യഥാ. ഭാവാസ്തു യദി വിദ്യന്തേ, പ്രപഞ്ചം സത്യമാണ് എന്ന ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഈ ശരീരവും പ്രപഞ്ച പദാർത്ഥങ്ങളും അവയിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന സുഖങ്ങളും ഇതിനൊക്കെ സത്യത്വം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹിതം ചെയ്യുന്നത് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ധാരണയാണ്. കാരണം പ്രപഞ്ചത്തിന് വാസ്തവികത കൽപ്പിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ മോഹിച്ചു പോകുന്നത്. ഈ മോഹത്തെ എന്ത് വില കൊടുത്തും ഉപേക്ഷിക്കണം. മോഹം നമ്മുടെ മനസ്സിനെ പിടികൂടാതെ ശ്രദ്ധിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് പ്രപഞ്ചം മിഥ്യയാണ് എന്ന സത്യമാണ്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതാണ് സത്യം. പ്രപഞ്ചം സത്യമാണ് എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് പ്രപഞ്ചം സത്യമാണ് എന്ന് വിചാരമുണ്ടോ, ആ ചിന്തയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും പ്രപഞ്ച ദൃശ്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഭ്രമിച്ചു പോകുന്നു എങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, തത്വത്തെ വിചാരം ചെയ്യുക. ഉള്ളതെന്താണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഉള്ളതിനെ പിടിച്ചാൽ ഇല്ലാത്തത് തനിയെ കൊഴിഞ്ഞു പോയിക്കോളും. നിങ്ങൾ ഏതിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മായാദൃശ്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് സംഘബദ്ധമായി പിടിമുറുക്കുന്നതെങ്കിൽ ആത്മതത്വത്തെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് എന്താ? പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേത ന സംശയ. പ്രപഞ്ചം ഇത് എന്നെ ജന്മജന്മാന്തരങ്ങളായി പിടികൂടിയിട്ടുള്ള ഒരു വ്യാധിയാണ്, ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ധാരണ. അങ്ങനെ നിങ്ങൾക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത, അതായത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കരുതുന്ന പ്രപഞ്ചം എന്നൊന്നുണ്ട് എന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അധ്യാത്മശാസ്ത്രത്തെ നല്ലപോലെ പഠിക്കൂ, വായിക്കൂ, അവയിൽ പറയപ്പെട്ടിട്ടുള്ള തത്വങ്ങളെ ഉൾക്കൊള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് നീക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പ്രപഞ്ചം വഴിമാറിത്തരും. ഒരു സംശയവും വേണ്ട. നമ്മൾ അതിന് തയ്യാറാവണം. നമുക്ക് പ്രപഞ്ചത്തെ വിടാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ദൗർബല്യമാണ്. ത്യാഗമാണ് മനസ്സിന് ശ്രേഷ്ഠതയുണ്ടാക്കുന്നത്. മനസ്സിനെ ഉദ്ധരിക്കുന്നത് ത്യാഗമാണ്. ത്യാഗത്തിലൂടെയാണ് അമൃതത്വം നേടേണ്ടത്. ത്യാഗം എന്ന് പറഞ്ഞാൽ സന്യാസിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാവ്യ വസ്ത്രവും ധരിച്ച് തെരുവ് തണ്ടിയായി നടക്കണമെന്നല്ല.
അങ്ങനെയൊന്നും തെണ്ടിയാൽ കിട്ടുന്നതല്ല ഈ ആത്മതത്വം. അതൊക്കെ ഒരു ജീവിത മാർഗം. കുടുംബത്തിൽ നിന്നും പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഈ ആത്മാവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു വ്യക്തി പിന്തുടരുന്ന ഒരു ജീവിതചര്യയാണ് വാസ്തവത്തിൽ ഈ സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ വേണമെന്നില്ല. നിങ്ങൾ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ ഏത് ജീവിത സാഹചര്യത്തിലാണോ ഉള്ളത് ആ സാഹചര്യത്തിൽ തന്നെ തുടർന്ന് വർത്തിച്ചുകൊണ്ട് വിരക്തിയെ വളർത്തിയെടുക്കാൻ പറ്റും. മനസ്സാണ് പ്രപഞ്ച വിഷയങ്ങളിൽ സംഘബദ്ധമാകുന്നത്. വിരക്തിയും ഇതേ മനസ്സിന് തന്നെയാണ് വന്നു ചേരേണ്ടത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ മാറ്റിയത് കൊണ്ടോ വേഷവിധാനത്തെ മാറ്റിയത് കൊണ്ടോ ജീവിതചര്യയെ മാറ്റിയത് കൊണ്ടോ വിരക്തി ഉണ്ടാവില്ല. ഒരാൾക്ക് സന്യാസിയാവാൻ സാധ്യമല്ല. സന്യാസം എന്ന് പറയുന്നത് മനസ്സിനെ മാത്രം അലങ്കരിക്കുന്ന ഒരു ഗുണമൂല്യമാണ്. മനസ്സിലാണ് സന്യാസം. എന്താണ് സന്യാസം? കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗീതയിൽ, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കാമ്യകർമ്മങ്ങളെ ത്യജിക്കുക. കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കർമ്മങ്ങളിൽ നമുക്ക് താത്പര്യമുണ്ട്, അത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, പിടിവാശിയുണ്ട്. ആ പിടിമുറുക്കം ഉപേക്ഷിക്കുന്നതാണ് വാസ്തവത്തിൽ സന്യാസം. ഓരോരുത്തരും ഓരോന്നിലാണ് പിടിമുറുക്കിയിട്ടുള്ളത്. മദ്യപാനിക്ക് മദ്യം കഴിക്കാതിരിക്കാൻ പറ്റില്ല, വെള്ളം അടിക്കാതിരിക്കാൻ പറ്റില്ല. അയാൾ പിടിമുറുക്കിയിരിക്കുന്നത് ആ മദ്യസേവയിലാണ്. ചിലർക്ക് പൂജയിലായിരിക്കും പിടിമുറുക്കുന്നത്, ചിലർ മുറുക്കുന്നത്. എതിൽ വേണമെങ്കിലും പിടിമുറുക്കാം. നമുക്ക് പിടിമുറുക്കേണ്ടത് ഇവയിലൊന്നിലുമല്ല, ആത്മതത്വത്തിലാണ് പിടിമുറുക്കേണ്ടത്. ബാക്കിയുള്ളതിൽ പിടിമുറുക്കിയ നിങ്ങൾ പെട്ടു എന്നർത്ഥം. നിങ്ങൾ പെട്ടുപോകും. കാരണം നിങ്ങൾ പിടിമുറുക്കുന്നതെല്ലാം അനാത്മ വസ്തുക്കളാണ്. അല്ലല്ല, ഞങ്ങൾ പൂജ ചെയ്യുന്നു, മന്ത്രം ജപിക്കുന്നു, വേദപാരായണം നടത്തുന്നു, ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നിങ്ങളുടെ കേന്ദ്രീകരണം എവിടെയാണ്? ഏതിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിയുന്നത്? പൂജാ സാധനങ്ങളിലാണോ? പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളിലാണോ? അല്ലെങ്കിൽ സാമ്പ്രാണി, ചന്ദനം, കുങ്കുമം, അതുപോലെയുള്ള പൂക്കൾ, പ്രസാദം, ഇങ്ങനെയുള്ള ഇതിലൊക്കെയാണോ നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ, ഇവയിലൊക്കെയാണ് ശ്രദ്ധയെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ ശ്രദ്ധയില്ല എന്ന് പറയേണ്ടി വരും. ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ക്രമേണ ശ്രദ്ധ കുറഞ്ഞു വരും. പലരുടെയും വിചാരം ഈ പൂജയും മന്ത്രജപവും വേദപാരായണവും അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നേരെ ദൈവം നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് പിടിച്ചുയർത്തും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഭാഗവതത്തിലെ പ്രാചീന ബർഹിസിൻ്റെ കഥ വായിച്ചു നോക്കുക. പ്രാചീന ബർഹിസ് ജീവിതം മുഴുവൻ യാഗം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തതുപോലെ ഇത്രയും വിപുലമായ യാഗങ്ങൾ പല സാമഗ്രികളും പല ദ്രവ്യങ്ങളും ഉപയോഗിച്ച് മറ്റാരും തന്നെ ചെയ്തിട്ടില്ല. പ്രാചീന ബർഹിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ദർഭ എന്ന് പറയത്തില്ലേ, ദർഭയുടെ ആ കൂർത്ത അഗ്രം അത് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കും. അതായത് ഇങ്ങനെ അതായത് അതിൻ്റെ ആ തുമ്പ്, ദർഭയുടെ തുമ്പ് കിഴക്ക് ദിശയെ അഭിമുഖമാക്കി വയ്ക്കുക. അങ്ങനെ എത്രയോ യാഗങ്ങൾ. അതെ, അദ്ദേഹത്തിൻ്റെ യാഗങ്ങളിൽ ഉപയോഗിച്ച ദർഭയെ ഭൂമിയിൽ ഒരു ലെയർ പോലെ, ഒരു സ്ഥലം പോലെ ഭൂമിയിൽ നമ്മൾ പരത്തി വെച്ചാൽ ഭൂമി മുഴുവൻ മൂടാനുള്ള അത്രയും ദർഭ അദ്ദേഹം ഈ യാഗത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആത്മജ്ഞാനം നേടിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നാരദ മഹർഷി വരികയാണ്.
ഡോ താൻ അല്ല, എനിക്ക് ഒരു ആത്മതത്വം എനിക്ക് ഇപ്പോഴും തെളിഞ്ഞു കിട്ടിയില്ല, എനിക്ക് ആത്മാവിനെ കണ്ടെത്താൻ പറ്റിയില്ല, എൻ്റെ ആയുസ്സിത തീരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പം, എടോ താൻ ജീവിതം മുഴുവൻ എന്താണ് ചെയ്തത്? ഹോമകുണ്ടത്തിന് എത്ര അടി നീളം, എത്ര അടി വീതി, എത്ര അടി താഴ്ച, ഇതൊക്കെ വേണം. എന്തൊക്കെ സാധനങ്ങൾ, പൂജാദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഹോമത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എത്ര ഋത്വിക്കുകൾ വരുത്തണം, മന്ത്രം ജപിക്കാൻ പുരോഹിതന്മാരെ എത്ര പേര് വേണം, ഓരോരുത്തർക്ക് എത്ര ദക്ഷിണ കൊടുക്കണം, എത്ര പശുക്കൾ, എത്ര സ്വർണ്ണ നാണയങ്ങൾ, ഇതൊക്കെ എത്ര കൊടുക്കണം. ഇതിലൊക്കെ ആയിരുന്നു തൻ്റെ ശ്രദ്ധ. തൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവിനെ താൻ ഈ സമയത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല, ഉറപ്പിച്ചില്ല. ഞാൻ ആത്മാവാണ് എന്ന സത്യം ഒരു പ്രാവശ്യം പോലും ചിന്തിക്കാൻ, അല്ലയോ പ്രാചീന ബർഹിസേ, നിനക്ക് സമയം കിട്ടിയില്ല, നിർഭാഗ്യവാൻ. അല്ലാതെന്താണ്? ഇതൊക്കെ വേണം. ഇതൊക്കെ എന്തിനാണ്? ചിത്തശുദ്ധിക്ക്. എന്തിന് ചിത്തശുദ്ധി? തത്വവിചാരം ചെയ്യാൻ. എന്തിന് തത്വവിചാരം? ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഉറപ്പുവരാൻ. എന്തിന് ഉറപ്പുവരണം? ജ്ഞാനം ലഭിക്കാൻ. എന്തിന് ജ്ഞാനം? മോക്ഷം നേടാൻ. ഇങ്ങനെ പടിപ്പടിയായിട്ടാണ് ഒരാൾ മോക്ഷത്തിലേക്ക് ചെല്ലേണ്ടത്. 1-ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പ് നിർത്തി വീട്ടിൽ വന്നിരിക്കുന്ന കുട്ടികളെ പോലെ ആവരുത്. 1-ാം ക്ലാസ് എന്ന് പറയുന്നത് വലിയ പഠിപ്പൊന്നുമല്ല. ഞാൻ 1-ാം ക്ലാസ് 1 വർഷം ഞാൻ സ്കൂളിൽ പോയി കേട്ടോ. ഈ അക്ഷരമാല മുഴുവൻ പഠിച്ചു. പിന്നെ ചെറിയ ചെറിയ വാക്കുകൾ, അമ്മ, ആന, അണ, ഇമ, ഈറ, ഉറി, ഉല, ഊത്ത്, തറ, പറ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെയൊക്കെ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ TV ചാനലുകൾ ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി, കംപ്ലീറ്റ് തറയും പറയും ഒക്കെ ഉള്ളൂ ഇപ്പൊ കാണാനും കേൾക്കാനും. അപ്പൊ ആത്മാവിനെ ഒരിക്കൽ പോലും ചിന്തിക്കാൻ നീ സമയം കണ്ടെത്തിയില്ല. കാരണം നിന്റെ ശ്രദ്ധ യാഗം ചെയ്യുന്നതിലും യാഗദ്രവ്യങ്ങളിലുമായിരുന്നു. നമ്മുടെ ശ്രദ്ധ ഏതിൽ പതിയുന്നു? ആത്മാവിൽ ശ്രദ്ധ പതിയാത്തവന് ആത്മാവിനെ കണ്ടെത്താൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആത്മാവിൽ ശ്രദ്ധയുള്ളവരായിരിക്കൂ, ആത്മാവിനെ അനുധാവനം ചെയ്യൂ. നമ്മുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും ആത്മാവിൽ ലഗ്നമായിരിക്കണം. ലഗ്നമാവുക എന്ന് പറഞ്ഞാൽ പറ്റിയിരിക്കണം, അതിനോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയാണ് ഈ ആത്മാവിനെ കണ്ടെത്താൻ കഴിയുക. അല്ലാതെ നിങ്ങളുടെ എന്തെങ്കിലും പരിപാടികൾ, നിങ്ങളുടെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ഉള്ളിലുള്ള ആത്മാവിനെ പ്രാപിക്കാം എന്ന് ആരും വ്യാമോഹിക്കണ്ട. പിന്നെ ജന്തുഹിംസ ധാരാളം ചെയ്തിട്ടുണ്ട്. ആര്? ഈ പ്രാചീന ബർഹിസ്. അതായത് യാഗത്തിൻ്റെ പേരും പറഞ്ഞ് മിണ്ടാപ്രാണികളുടെ കഴുത്തറുത്തു. അല്ല, യാഗത്തിൽ ശ്രദ്ധയുള്ള ഒരാൾ ഇതൊക്കെ ചെയ്യുമോ? ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, അന്ധമായി നിങ്ങൾ ഏത് കർമ്മത്തിൽ മുറുകെ പിടിച്ചാലും ഇതുപോലെയുള്ള വേണ്ടാധീനങ്ങൾ നിങ്ങൾ കാണിക്കും. കാരണം ശാസ്ത്രത്തിൽ, വേദങ്ങളിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങളെ ബലി കൊടുക്കണം. പക്ഷേ ഇവൻ മൃഗം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല, അതിൻ്റെ ആന്തരാർത്ഥം. മൃഗങ്ങളെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങൾ മുതലായ ദുർഗുണങ്ങളാണ്. രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രകടനങ്ങൾ അല്ലെങ്കിൽ സ്വാധീനങ്ങളെയാണ് മൃഗങ്ങളെന്ന് പറഞ്ഞത്. ആ മൃഗങ്ങളെ കണ്ടം തുണ്ടമാക്കി വെട്ടി കുപ്പിയിലിട്ട് അടച്ച്, ജഗതി പറയുന്ന പോലെ കാട്ടിലെ അല്ലല്ലാമൽ, നിർത്തി, കൂടുതൽ പറയുന്നില്ല. ഈ ദുർവാസനകൾ, അതാണ് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്വാധീനങ്ങൾ എന്ന് പറയുന്നത്. അതിനെയൊക്കെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവം വളർത്തിയെടുത്ത് ഈ ദുർവാസനകളെ ആ തീയിലിട്ട് ചുട്ട് ചാമ്പലാക്കണം. പക്ഷേ ഈ പാവം വിചാരിച്ചത് യാഗം അതാണ് വളരെ ശ്രേഷ്ഠം. ഈ യാഗം പോലും ആന്തരികമായി നമ്മൾ ചെയ്യേണ്ട തത്വവിചാരത്തിൻ്റെ ഒരു ബാഹ്യമായ വിശദീകരണം മാത്രമാണ്.
ഉള്ളിലാണ് ശരിക്കും യാഗവും യജ്ഞവും ഒക്കെ നടത്തേണ്ടത്. അതിന് പറ്റാത്തവർ പുറമേ ഒരു ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കി, അതിന് കണക്കൊക്കെ ഉണ്ട്. പുറമേ ഹോമം ഉണ്ടാക്കുമ്പോൾ അതിന് ചില നിഷ്ഠകളും നിയന്ത്രണങ്ങളും ഒക്കെ പറയേണ്ടി വരും. മനസ്സാണ് ഹോമകുണ്ടമാവേണ്ടത്. ആ ഹോമകുണ്ടത്തിൽ ജ്ഞാനമാകുന്ന അഗ്നി ജ്വലിപ്പിക്കപ്പെടണം. അതിൽ ഈ ദുർവാസനകളെ ഹോമദ്രവ്യ രൂപമായി ആ രൂപത്തിൽ ആ തീയിലിട്ട് അവയൊക്കെ കത്തിച്ച് ചാമ്പലാക്കണം. അങ്ങനെ പൂർണ്ണമായ വാസനാനാശം നേടിയാണ് ഒരാൾ മോക്ഷത്തിലെത്തുന്നത്. യാഗത്തിൻ്റെ ഒടുവിൽ ഒരു പരിപാടിയുണ്ട്. അതായത് യാഗശാലയ്ക്ക് തീ വയ്ക്കും, കംപ്ലീറ്റ് കത്തിച്ച് ചാമ്പലാക്കും. എന്നിട്ട് അടുത്തുള്ള ഒരു ജലാശയത്തിൽ, നദിയിലോ കുളത്തിലോ ചെന്ന് ഒരു മുങ്ങിക്കുളിയുണ്ട്. സുഖമായിട്ടൊന്ന് കുളിച്ചിട്ട് വരും. എത്ര യാഗം നടത്തി, എത്ര യാഗപന്തലുകൾ കത്തിച്ച്, എത്ര കുളത്തിൽ ചെന്ന് മുങ്ങിയിട്ട് വന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള വാസന നശിക്കാൻ പോകുന്നില്ല. കാരണം വാസന എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, മനസ്സിലാണ്. നിങ്ങൾ പുറമേ യാഗശാലയെ കത്തിച്ച് കളഞ്ഞതുകൊണ്ടോ ഒരു കുളത്തിലോ അല്ലെങ്കിൽ നദിയിലോ മുങ്ങിയിട്ട് വന്നതുകൊണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. അതൊക്കെ നിങ്ങളുടെ വ്യാമോഹമാണ്. അതൊക്കെ പ്രതീകാത്മകമായി നമ്മുടെ ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു. എന്താണ് ഈ യാഗശാലയ്ക്ക് തീ കൊളുത്തുക എന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ ഈ യാഗശാല. എന്തിനാ അതിനെ അവസാനം കത്തിച്ച് കളയുന്നത്? യാഗശാല എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം എന്നാണ് അർത്ഥം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അത് വാസനാമയമായ ശരീരമാണ്. അതിനെ ജ്ഞാനാഗ്നിയിൽ കത്തിച്ചു കളയുക, അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ആവിഷ്കാരമാണ് ഈ യാഗശാലയ്ക്ക് തീ കൊളുത്തുക എന്ന് പറയുന്നത്. എന്നിട്ട് മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ജ്ഞാനസ്നാനം. ഈ ജ്ഞാനസ്നാനമൊക്കെ ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയതാണ്. ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അവർക്ക് എന്തോന്ന് ജ്ഞാനം, അവർക്ക് എന്തോന്ന് വേദപുസ്തകം, അവർക്ക് എന്തോന്ന് ജപമാല, എല്ലാം ഇവിടുന്ന് പൊക്കിയതാണ്. പതുക്കെ പതുക്കെ പൊക്കിക്കൊണ്ട് പോട്ടെ, നമുക്ക് ഒരു ദേഷ്യമില്ല അവരോട്. പക്ഷേ കോപ്പി അടിക്കുമ്പോൾ നല്ല പോലെ കോപ്പി അടിക്കണം. അടുത്തിരിക്കുന്നവൻ്റെ കടലാസ് നോക്കി ഞാൻ കോപ്പി അടിക്കുകയാണ്, അവൻ കോപ്പി അടിക്കുന്നത് പോലെ അതുപോലെ കോപ്പി അടിച്ചാൽ ശരി. അതിൽ ചില മാറ്റങ്ങൾ വരുത്തി ഞാൻ എൻ്റെ ഉത്തരക്കടലാസിൽ ഉത്തരങ്ങൾ എഴുതിയാൽ അയാൾക്ക് കിട്ടുന്ന മാർക്ക് എനിക്ക് കിട്ടത്തില്ല. കോപ്പി അടിക്കുന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണല്ലോ, ഇല്ലേ? തനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണല്ലോ കോപ്പി അടിക്കുന്നത്. അപ്പോൾ കോപ്പി അടിക്കുമ്പോൾ നേരാവണ്ണം വൃത്തിയായി കോപ്പി അടിക്കണം. അതാണ് വേണ്ടത്. കോപ്പി അടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തൻ വേറൊരാളുടെ ഉത്തരക്കടലാസ് അയാളുടെ കയ്യിൽ കൊടുത്താൽ അവൻ എന്തോ ചെയ്യും? പട്ടിക്ക് പൊതിക്കാത്ത തേങ്ങ കൊടുത്തതുപോലെ. അത്രയേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. ഏത് ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 8ലോ 9ലോ വർഷപരീക്ഷ. ഒരുത്തൻ, അയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ, നിരക്ഷര കുക്ഷി എന്ന് വേണമെങ്കിൽ പറയാം, യാതൊന്നും അറിയില്ല. അയാൾ ചോദ്യപേപ്പറും വാങ്ങിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരക്കടലാസിൽ പേര്, സ്റ്റാൻഡേർഡ്, പിന്നെ ക്ലാസ് നമ്പരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഒരൊറ്റ ചോദ്യത്തിന് പോലും അയാൾ ഉത്തരം എഴുതിയിട്ടില്ല. ക്ലാസ്സിൽ കയറി വന്ന അധ്യാപകനുണ്ടല്ലോ, ഇൻവിജിലേറ്ററായിട്ട് വന്ന പുള്ളിക്കറിയാം ഈ പയ്യൻ്റെ സ്റ്റാൻഡേർഡ്. ഏത് വിഷയത്തിൻ്റെ പരീക്ഷയാണോ അന്ന് നടന്നത് ആ വിഷയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു, നോക്കി എഴുതിക്കുമെന്ന്. എന്നിട്ട് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയാണെന്ന് പോലും അയാൾക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? അതായത് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയാൾക്ക് എന്ത് കിട്ടിയിട്ടും പ്രയോജനമില്ല. അപ്പോൾ ഈ പ്രാചീന ബർഹിസ് ധാരാളം ജന്തുക്കളെ യാഗത്തിൻ്റെ പേരിൽ, യാഗത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ജന്തുഹിംസ എന്ന് വിചാരിച്ച് എത്രയോ ആടുമാടുകളെയൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ നാരദ മഹർഷി പറയാണ്, നീ ഒരുപാടെണ്ണത്തിനെ കൊന്നില്ലേ, നിന്നാൽ കൊല്ലപ്പെട്ടതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തിരിച്ചു കൊല്ലും. ഇതാണ് നിയമം. ഇതന്നെ ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരികയല്ലേ, ആക്രാന്തം കാണിക്കരുത്, വിളമ്പിത്തരാം. അപ്പോൾ നീ കൊന്ന ആ മൃഗങ്ങൾ
ആടും മാടും ഒക്കെ മുകളിൽ, അവയൊക്കെ മുകളിൽ കൊമ്പും കുലുക്കിക്കൊണ്ട് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാണ്. കൊമ്പും കുലുക്കിക്കൊണ്ട്, അതായത് നീ ഒന്ന് കയറി വാ മോനെ, നീ ഇപ്പൊ ഭൂമിയിലല്ലേ, ഞങ്ങളങ്ങ് മുകളിലെത്തി, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല, നീ വരുമല്ലോ മുകളിൽ, അപ്പ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുത്താൻ തയ്യാറായി കൊമ്പും കുലുക്കി നിൽക്കുകയാണ് ഈ പ്രാചീന ബർഗീസ് കൊന്നു തള്ളിയ മൃഗങ്ങൾ. അതൊക്കെ നേരത്തെ തന്നെ പ്രാചീന ബർഗീസിനെ ഇവിടുന്ന് കാണാം. അതൊക്കെ കണ്ടിട്ടാണ് ആശാന് ഭയം വർദ്ധിച്ചത്. അവസാനം എന്താ, നാരദ മഹർഷി തത്വം ഉപദേശിക്കുന്നു പ്രാചീന ബർഗീസിന്. എന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ ഭാഗവതം പോലെയുള്ള ഒരു പുരാണത്തിൽ വ്യാസ ഭഗവാൻ എഴുതി വെച്ചത് എന്ന് ചോദിച്ചാൽ, ഇതൊന്നും അല്ലടേ കാര്യം. ഇതിലൊന്നുമല്ല വിഷയം കിടക്കുന്നത്. വിഷയം സൂക്ഷ്മമാണ്, സ്ഥൂലം പോലെ വർണ്ണിച്ചു. പൂജയും യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളുമെല്ലാം ആ ഉള്ളിൽ അവനവൻ്റെ ഹൃദയത്തിൽ നടത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പം അതിന് പറ്റാത്തവർക്ക് പുറമേ ഒരു കർമ്മം, ഒരു കർമാനുഷ്ഠാനം എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരുദ്ദേശിച്ചത് ഇതല്ല. അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യം വേറെയാണ്. അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് വായിക്കുന്നില്ല, ഇത് മാത്രം വായിക്കുന്നു. കർമ്മകാണ്ഡത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ജ്ഞാനകാണ്ഡമുണ്ട്. ജ്ഞാനകാണ്ഡം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ, അതൊന്നും വായിക്കാൻ തയ്യാറല്ല. ഈ കർമ്മകാണ്ഡത്തിൽ ഭ്രമിച്ചുപോയവർ, അവർ ആത്മതത്വത്തെ ഒരിക്കലും സാക്ഷാത്കരിക്കുകയില്ല. കർമ്മകാണ്ഡ വേദഭാഗം ചിത്തശുദ്ധിക്കുള്ളതാണ്. ആ മനസ്സിൻ്റെ പവിത്രത നേടിക്കഴിഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് പിടിവിടണം. കഴുത്തിനേറി പിടിക്കുമ്പോൾ ജഗതി പറയുന്ന ഒരു വാക്കുണ്ട്, പിടിവിട എന്ന് പറയും. അതുപോലെ ഈ കർമ്മങ്ങളിലുള്ള മുറുകപ്പിടിത്തം ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാം വിടണം. എല്ലാം എന്ന് പറഞ്ഞാൽ ഭാര്യ, കുട്ടികൾ, സുഹൃത്തുക്കൾ, സ്വന്തക്കാർ, ഇവരുമായിട്ട് നമ്മൾ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള മാനസിക ബന്ധങ്ങളെ പരിത്യജിക്കണം. അല്ലാതെ രക്ഷയില്ല. ഇതൊക്കെ വിട്ടേ പറ്റൂ. ഇതിനെ വിടാതെ അതിനെ കിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ തത് ബ്രഹ്മം. ഇതൊക്കെ ഉള്ളിൽ നിന്ന് പോലെ വിടണം എന്ന് പറഞ്ഞ ഉടനെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് വീട്ടിൽ നിന്ന് നേരെ അങ്ങ് ഹരിദ്വാറിലോ കാശിയിലോ രാമേശ്വരത്തോ ചെന്ന് കഴിയണമെന്നല്ല. ഇതിനെയൊക്കെ ചിന്തിച്ച് മോനും കൊച്ചുമോനും കൊച്ചുമോളും ആ കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരി, ഓമനത്തം തുളുമ്പുന്ന മുഖം, എൻ്റെ പേരക്കുട്ടി, തൻ്റെ പേരക്കുട്ടിയോ, മിണ്ടിപ്പോരുത്. തൻ്റേതെന്ന് പറഞ്ഞ ഒരു പുണ്ണാക്കുമില്ല ഈ ലോകത്ത്. തൻ്റേതെന്ന് പറയാൻ ഒന്നുമില്ല. തൻ്റേതെന്ന് തനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് തൻ്റെ ഉള്ളിലെ ജീവഭാവം, അഹങ്കാരം മാത്രമാണ്. അതിനെയാണ് പരിത്യജിക്കാൻ പറഞ്ഞത്. അതിനൊട്ട് തയ്യാറുമല്ല. മറ്റ് പല കാര്യങ്ങളിലും, മായാകാര്യങ്ങളിൽ പിടിമുറുക്കി കഴിയുന്നു മനുഷ്യർ. എങ്ങനെ രക്ഷപ്പെടാൻ എൻ്റെ പൊന്നജി? രക്ഷപ്പെടില്ല. ഞാൻ തമാശ പറയുകയില്ല. ഐ ആം വെരി വെരി സീരിയസ്. ബാലകൃഷ്ണൻ നായർ സാറിൽ നിന്ന് പഠിച്ച വിദ്യയാണിത്. അതായത് അതിഗഹനമായ പരമസത്യങ്ങളെ തമാശ രൂപത്തിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് ആളുകൾ അതിനെ ഗൗരവമായിട്ട് എടുക്കില്ല. അങ്ങനെയുള്ള ഇതല്ല. കാരണം പാവങ്ങൾ അല്ലാതെ തന്നെ ഭയന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ പറഞ്ഞ് അവരെ കൂടുതൽ എന്തിനാണ് ഭയപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ച് തമാശ രൂപത്തിൽ പല സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ളത് ശരി. പക്ഷെ ആ സത്യത്തെ സമീപിക്കാൻ ഉതകുന്ന പല ജീവിത യാഥാർത്ഥ്യങ്ങളെയും ബാലകൃഷ്ണൻ നായർ സാറ് തമാശ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ തമാശയായിട്ട് ചിരിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. തള്ളാൻ പണ്ടേ വിദഗ്ധരാണ് നമ്മൾ, അല്ലേ? തള്ളുക, ചിരിച്ചു തള്ളും, പറഞ്ഞു തള്ളും, എല്ലാത്തിലും തള്ളലുണ്ടല്ലോ. അപ്പോൾ അത് വേണ്ട. കുറച്ച് ഗൗരവത്തോടു കൂടി ഈ ആത്മതത്വത്തെ സമീപിക്കൂ. ഭാവാസ്തു യതി വിദ്യന്തേ തദ്ധിതേ വസ്തുഭാവന. പ്രപഞ്ച ദൃശ്യങ്ങൾ സത്യമാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നിടത്തോളം കാലം ആ ചിന്തയെ ദൂരീകരിക്കാനുള്ള പ്രയത്നം നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് അതിനെ
നടപ്പിലാക്കുക. അതായത് പ്രപഞ്ച ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നു, കാമക്രോധാദി വികാരങ്ങൾ വരുന്നു. ഡേയ് നീ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പുറമേ വേണ്ട, പോടേ, ഈ ചിന്ത എനിക്കൊന്നും വേണ്ട, കാമമേ പോ, കോപമേ അകന്നു പോ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഇതിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഇതൊക്കെ വേണം, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ഞാൻ അനുഭവിച്ച് എനിക്ക് തൃപ്തി വന്നിട്ടില്ല, ഇതൊക്കെ അനുഭവിക്കാനാണ് ഞാൻ ഈ ഭൂമുഖത്ത് വന്നു ചേർന്നത്. ഇങ്ങനെയുള്ള വിചാരം ഉള്ളിടത്തോളം കാലം പോ എന്ന് പറഞ്ഞാൽ ഒന്നും പോവില്ല. അന്തരാത്മാവിൽ നിന്ന് ഈ ചിന്ത വരണം, എനിക്കൊന്നും വേണ്ട. ഈ പ്രപഞ്ചം മായാമയമാണ്, ആത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഈ ഭാവം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊന്തി വരണം. ഉപരിതലത്തിൽ മാത്രം നീന്തി കളിക്കുന്ന മീനുകളെ കൊണ്ട് വലിയ പ്രയോജനമില്ല. വലിയ മത്സ്യങ്ങളുണ്ടല്ലോ, തിമിംഗലങ്ങളെ പോലെയുള്ളവ, അവ വല്ലപ്പോഴും മാത്രമേ ഉപരിതലത്തിൽ വരാറുള്ളൂ. ബാക്കിയൊക്കെ കടലിൻ്റെ അടിത്തട്ടിലാണ്, വെള്ളത്തിൻ്റെ അടിയിലാണ് അവ നീന്തി കളിക്കുന്നത്. അപ്പോൾ ഉപരിതലത്തിൽ മാത്രം ഇങ്ങനെയുള്ള ചിന്തകൾ, വിരക്തി ഉപരിതലത്തിൽ മാത്രമായാൽ പ്രയോജനമില്ല. വേണ്ട എന്ന് പറയുമ്പോഴും മനസ്സിൻ്റെ 90% വേണം. 10% മാത്രമേ വേണ്ട എന്ന് ചിന്തിക്കുന്നുള്ളൂ. 90% വേണം എന്ന് ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. ആ വിരക്തി കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ വസ്തുഭാവനയിലൂടെ എന്ന് പറഞ്ഞാൽ തത്വവിചാരത്തിലൂടെ, വസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവ്, ബ്രഹ്മം എന്നാണ് അർത്ഥം. ആ വസ്തു ആണ് യഥാർത്ഥത്തിലുള്ളത്, ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ എന്ന ചിന്തയെ കൂടുതൽ ഉറപ്പിക്കുന്നതിലൂടെ മാത്രമേ പ്രപഞ്ചം മിഥ്യയാണ് എന്ന കാര്യം ബുദ്ധിക്ക് പിടികിട്ടൂ. കിം ത്വേതേ നൈവ സന്തീഹ ശശശൃംഗാദയോ യഥ. ഈ അടിത്തട്ടിൽ നിന്നുള്ള ആത്മവിചാരം അല്ലെങ്കിൽ വിരക്തി, അതില്ലാതെ ഉപരിതലത്തിൽ മാത്രം പൊന്തിമറയുന്ന കുറേ തത്വചിന്തകളോ അല്ലെങ്കിൽ വിവേകമോ വൈരാഗ്യമോ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഏതുപോലെ ശശശൃംഗാദയോ യഥ, മുയലിൻ്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ മുയലിന് കൊമ്പില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഭ്രമം, മായ. നിങ്ങൾക്ക് മോക്ഷം എന്നുള്ളത് ഒരു വിദൂര സ്വപ്നമായി അല്ലെങ്കിൽ കാനൽ ജലം പോലെ ഒരിക്കലും ലഭിക്കാത്ത ഒന്നായി തീരും. അതുകൊണ്ട് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുക. തന്നെ ഒരു വ്യക്തി സ്വയം പറ്റിക്കരുത്, അയാളെ തന്നെ പറ്റിക്കരുത്. ഞാനായിട്ടിരിക്കണം, എന്നിലില്ലാത്ത ഗുണങ്ങൾ എനിക്കുണ്ടെന്ന് ലോകരെ ബോധ്യപ്പെടുത്തിയിട്ട് എനിക്കെന്ത് കിട്ടാൻ? അതൊക്കെ അഹങ്കാരത്തിൻ്റെ വിജൃംഭണമാണ്. നനുഭാവേഷു സത്സു കഥം തദ് വാസനാദാനവം പ്രസിദ്ധേത് തത്രാഹ. പ്രപഞ്ചപദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വാസനാക്ഷയം നേടാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, യതി സത്യതയാ വിദ്യന്തെ, ഈ പ്രപഞ്ചപദാർത്ഥങ്ങൾ വാസ്തവത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഭ്രമിച്ചോളൂ, തെറ്റില്ല. ഇതൊക്കെ വാസ്തവമാണെങ്കിൽ നിങ്ങൾ ഇവയുടെ പുറകെ പൊയ്ക്കോളൂ. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല, ഇതൊക്കെ സ്വപ്നസമാനം, മിഥ്യ എന്ന് വേദാന്തം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഇത് വാസ്തവമല്ല എന്ന ഭാവത്തെ വേണം ഉള്ളിൽ ഉറപ്പിക്കാൻ. യതി സത്യതയാ വിദ്യന്തെ, ഈ പ്രപഞ്ചപദാർത്ഥങ്ങൾ വാസ്തവത്തിലുണ്ടെങ്കിൽ തത്തർഹി തേഷു ഭാവേഷു ഹിതേ സ്വാനുകൂലേ വസ്തുനി വസ്തു മമേദം ആവശ്യകം സമ്പാദ്യം ഇത്യാദി ഭാവന ഭവേത്. പ്രപഞ്ച ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രപഞ്ച വസ്തുക്കളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ മനുഷ്യർ എന്തുകൊണ്ട് മോഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം വളരെ ലളിതം, ഗ്രഹിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ എന്നെ സുഖിപ്പിക്കും എന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ വിരക്തി വരാതിരിക്കാൻ കാരണം.
ഇത് മായയാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ പോലും അറിയാതെ വിരക്തി ഉള്ളിൽ വർദ്ധിച്ചു വരും. അയാൾ വിരക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വൈരാഗ്യം നേടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു വസ്തു തനിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സുഖം തനിക്ക് ലഭിക്കും എന്നുള്ള വിചാരം ഉള്ളത് കൊണ്ടാണ് മമേദം ആവശ്യകം, എനിക്കിത് വേണം, ഇത് ആവശ്യമാണ്, ഇതില്ലാതെ എനിക്ക് പറ്റില്ല, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത്. കൗമാരപ്രായത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നത്. അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, ഇവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഈ അവനും ഇവളുമൊക്കെ ആരാണ്? ദൈവങ്ങളാണ്. ഇതൊക്കെ ഓരോ മനസ്സിൻ്റെ താത്കാലികമായ വിഭ്രമങ്ങൾ. പക്ഷെ ആ മോഹത്തിൽ പെട്ടുപോകുന്നത് കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു തനിക്ക് സ്വന്തമാകാതിരുന്നാൽ ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ച ആത്മഹത്യ ചെയ്യും. കേരളത്തിലെ ജനന നിരക്കിനേക്കാളും ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നു എന്നാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മിനിറ്റിൽ എത്ര കുട്ടികൾ കേരളത്തിൽ ജനിക്കുന്നു, അതിനേക്കാളും വലുതാണ്, അതിനേക്കാളും കൂടുതലാണ് ഒരു മിനിറ്റിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ നല്ലപോലെ കുറയും. കാരണം ജനിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഓരോ മിനിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനിത്? മോഹം, ഭ്രമം. അപ്പോൾ ഭ്രമിച്ചു പോകരുത്. ഭ്രമിക്കാതിരിക്കാൻ ഈ വസ്തുക്കൾ, വ്യക്തികൾ, പ്രപഞ്ച ദൃശ്യങ്ങൾ മിഥ്യയാണ് എന്നറിയണം. ഇതൊക്കെ വാസ്തവമാണ് എന്നുള്ള വിചാരമാണ് പലതും നേടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. സർവയേവ ജഗദ്ഭാവ അവിചാരിതചാരവഃ അവിദ്യമാന സദ്ഭാവ വിചാരാദ് വിശരാരവഃ. എല്ലാ ജഗദ്ഭാവങ്ങളും എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ മനസ്സുകളിലൂടെ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുവോ അതൊക്കെ അവിചാരം കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നവയാണ്. അവിചാരം എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യാത്ത അവസ്ഥ, വിചാരം ചെയ്യാതിരിക്കുന്ന സ്ഥിതി. അത് തന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. നിത്യാനിത്യ വസ്തു വിവേകമില്ല. ആത്മാനാത്മാക്കളെ, ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരാൾക്ക് മോഹം സംഭവിക്കുന്നത്. ഈ ജഗദ്ഭാവങ്ങൾ, പ്രപഞ്ച ദൃശ്യങ്ങൾ വിചാരം ചെയ്യാത്തത് കൊണ്ട് മാത്രം സുന്ദരങ്ങളായി തോന്നുന്നു. അവിചാരിത ചാരവഃ. ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം. സംസ്കൃത വാക്കാണ്, മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് ചാരു. ചാരി എന്ന് പറഞ്ഞാൽ ചോരൽ ചാരി, അല്ലെങ്കിൽ വേറൊരാളുടെ പുറത്ത് ചാരി, അത് വേറെ. അപ്പോൾ അവിചാരം കൊണ്ട് സുന്ദരങ്ങളാണ് അല്ലെങ്കിൽ സുഭഗങ്ങളാണ് എന്ന് തോന്നുന്നവയാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ. അവിദ്യമാന സദ്ഭാവാഹ. സുന്ദരമാണെന്ന് നിങ്ങൾ കരുതുമ്പോഴും അത് മൂടൽമഞ്ഞ് പോലെ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുന്നു, നാശത്തിലേക്ക് പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ പ്രപഞ്ച ദൃശ്യവും. അങ്ങനെ കഴമ്പില്ലാത്ത ദൃശ്യങ്ങളുടെ പുറകെ പോയാൽ അവ നമുക്ക് ജീവിത ധന്യത ഉണ്ടാക്കി തീർക്കില്ല. വിചാരാത് വിശരാരവഃ. നിങ്ങൾ അല്പമൊന്ന് വിചാരം ചെയ്യൂ. നിങ്ങളെ ഭ്രമിപ്പിക്കുന്നത് അല്ലെങ്കിൽ മോഹിപ്പിക്കുന്നത്, നിങ്ങളെ മയക്കുന്നത്, അത് വസ്തുവോ വ്യക്തിയോ എന്തോ ആയിക്കോട്ടെ, അത് എന്താണ് വാസ്തവത്തിൽ? ഞാൻ എന്തിന് ഈ വസ്തു അല്ലെങ്കിൽ വ്യക്തിക്ക് അടിമയാകണം? അതില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ഞാൻ എന്തിനു കരുതണം എന്ന് ഒരു ആത്മവിശകലനം നടത്തിയാൽ ആ വിചാരത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളുടെ സത്യത്വം നഷ്ടമാകും. പ്രപഞ്ചം മാഞ്ഞു പോകണമെന്ന് ശഠിക്കരുത്. പ്രപഞ്ചത്തെ സത്യമാണ് എന്ന് വിചാരിക്കുന്ന ചിന്തയെ ഉള്ളിൽ നിന്ന് കളയുക. ആ തെറ്റിദ്ധാരണയെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ മതി. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പൊടിച്ച് കടലിനടിയിൽ കൊണ്ട് താഴ്ത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തെന്നോ, കടലിൻ്റെ അടിയിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടെന്നാണ്. അതല്ല നമുക്ക് വേണ്ടത്.
സൂര്യനും ചന്ദ്രനും പ്രകാശിച്ചു നിൽക്കവേ തന്നെ ഇത് വെറും ഭ്രമമാണ്, ബോധത്തിലെ വെറും നാമരൂപമാണിത് എന്ന സത്യം ഉൾക്കൊണ്ടാൽ നാമരൂപങ്ങൾ അവിടെ ഇരുന്നിട്ട് പോട്ടെ. നാമരൂപങ്ങൾ എപ്പോഴും ജഡങ്ങളായിരിക്കും. നിങ്ങൾ ചിത്താണ്, ബോധമാണ്. ഇല്ലാത്ത നാമരൂപങ്ങൾ ഉള്ള ബോധത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിയുക? അപ്പം നമ്മുടെ പിടിപ്പുകേടാണ് നാം ദുഃഖിക്കാൻ കാരണം. നമ്മുടെ പിടിപ്പുകേട്. എന്തുകൊണ്ട് വിചാരം ചെയ്യുന്നില്ല? എങ്ങനെ വിചാരം ചെയ്യണം, എന്ത് വിചാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അധ്യാത്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴും വ്യക്തികൾ, മനുഷ്യർ എന്തുകൊണ്ട് ഈ തത്വമാർഗത്തിനെ പിന്തുടരുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിലുള്ള കടുത്ത അജ്ഞാനം, അല്ലെങ്കിൽ ആ അജ്ഞാനത്തിൽ നിന്ന് പൊന്തുന്ന ദുർവാസനകൾ. ഇതല്ലാതെ മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖത്തിന് മറ്റൊരു കാരണവും ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല.